അജിത് ദോവൽ, ഇന്ത്യയുടെ ചാണക്യൻ, ഇന്ത്യയുടെ പ്രതിരോധ ബുദ്ധി കേന്ദ്രം, വിദേശ നയങ്ങളുടെ രൂപീകരണത്തിൽ പോലും നിർണായക പങ്ക് വഹിക്കുന്ന, ഇന്ന് ഇന്ത്യയുടെ ഒരു നേതൃസ്ഥാനത്തിന്റെ പ്രധാന മുഖമുദ്ര അത് ദോവലാണ്. ശരിക്കും എങ്ങനെയാണ് ദോവൽ എന്ന് പറയുന്ന ഈ ശക്തനായ മനുഷ്യൻ ഉരുവാക്കപ്പെട്ടത്? ദോവലിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഒരു ഹൈ റിസ്ക് ഇൻ്റലിജൻസ് ആക്ടിവിറ്റീസ് ഒക്കെ നടത്തിയിട്ടുള്ള ഒരാളാണ്. നമ്മൾ ഈ ജെയിംസ് ബോണ്ട് സിനിമകളിലൊക്കെ കാണുന്ന പോലത്തെ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. IB-യുടെ ഭാഗമായിട്ടും പോലീസിലും നമ്മുടെ എക്സ്റ്റേണൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ടൊക്കെ റോൻ്റെ ഭാഗമൊക്കെ ആയിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോൾ അത്രയും ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് ആക്ഷൻ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ട് വളരെ കേപ്പബിൾ ആയിട്ടുള്ള അഡ്വൈസർ തന്നെയാണ് നമ്മളെ അജിത് ദോവൽ, സെക്യൂരിറ്റി അഡ്വൈസർ. സോ ദോവലിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ദോവൽ ജനിക്കുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിലൊരു ആർമി മേജറിൻ്റെ മകനായിട്ടാണ് ദോവൽ ജനിച്ചത്. അപ്പം ഒരു ആർമി ബാക്ക്ഗ്രൗണ്ടുള്ള ഫാമിലിയാണ് പുള്ളിക്കാരൻ ജനിക്കുന്നത്. പിന്നെ പഠിക്കുന്നതൊക്കെ അജ്മീറിലാണ്. അജ്മീറിലെ സൈനിക് സ്കൂളിൽ എങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കി. സൈനിക് സ്കൂളും മിലിറ്ററി സ്കൂളുമാണ്. അപ്പോൾ അങ്ങനെ ഒരു രാജ്യസ്നേഹം ചെറുപ്പം മുതൽക്കേ ഉള്ളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നു അവസാനം ഈ പറഞ്ഞ പോലെ IPS ക്ലിയർ, UPSC ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ UPSC ക്ലിയർ ചെയ്യുന്നു. IPS ആണ് ചൂസ് ചെയ്യുന്നത്. അതിൽ കേരള കാഡർ ഓഫീസറായിട്ടാണ് പിന്നെ വരുന്നത്. കേരളത്തിൽ കോട്ടയത്തായിരുന്നു ഫസ്റ്റ് പോസ്റ്റിംഗ്. ASP ആയിരുന്നു അന്ന്. ആ സമയത്തെ ദോവലിൻ്റെ ഒരു മേജർ, നമ്മളൊക്കെ തന്നെ എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം ഈ തലശ്ശേരിയിലെ കലാപമായിരുന്നു. അപ്പോൾ അതെങ്ങനെ അടിച്ചമർത്തി എന്നുള്ളതാണ് ദോവലിൻ്റെ ഫസ്റ്റ് നമ്മൾ കാണുന്നത്. അപ്പം അന്ന് ശ്രീ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയമാണ്. അപ്പോൾ അന്നത്തെ പോലീസ് ഓഫീസേഴ്സ് സജസ്റ്റ് ചെയ്തൊരു പേരാണ് ഇത് അടിച്ചമർത്താൻ പറ്റിയൊരു ഓഫീസർ എന്ന് പറഞ്ഞത് അജിത് ദോവലാണെന്നുള്ളത്. അങ്ങനെ ഒരു നല്ലൊരു തീരുമാനമായിരുന്നു. കാരണം അവിടെ ചെന്ന് ആ കലാപത്തെ അടിച്ചമർത്തി ഇൻ ദ സെൻസ് അതിനെ എന്താ പറയുക, ഭയങ്കരമായിട്ട് ഫോഴ്സ് ഉപയോഗിച്ചിട്ടല്ല. ഈ കലാപത്തിൻ്റെ ഉറവിടം എന്താണെന്നാണ് അദ്ദേഹം തിരഞ്ഞു പോയത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ കൊണ്ടുവരുന്നു, അവരെ ഈ പറഞ്ഞ പോലെ നെഗോഷിയേറ്റ് ചെയ്യുന്നു. ഒരു വളരെ പീസ്ഫുൾ ആയിട്ട് അതിനെ ഒതുക്കാൻ അജിത് ദോവലിന് സാധിച്ചു. വലിയ പ്രശ്നങ്ങളില്ലാതെ അത് ഇല്ലാതാക്കാൻ സാധിച്ചു. അങ്ങനെയാണ് അജിത് ദോവലിൻ്റെ കേപ്പബിലിറ്റീസ് ഇവർക്ക് ശരിക്കും മനസ്സിലാവുന്നത്. അത് ഈ അലക്സാണ്ടർ ജേക്കബിൻ്റെ റിപ്പോർട്ടിൽ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു പേരാണ് അജിത് ദോവലിൻ്റെത്. പിന്നെ പുള്ളിക്കാരൻ ഈ പറഞ്ഞ പോലെ IB-ക്കും ഈ പറഞ്ഞ പോലെ മറ്റ് ഏജൻസീസിനൊക്കെ ഒരു താല്പര്യം തോന്നുകയാണ്. ഇത്രയും കാലിബറുള്ള ഒരു ഓഫീസർ, എന്തുകൊണ്ട് ഇദ്ദേഹത്തെ നമുക്ക് മറ്റ് മേഖലകളിലൊക്കെ ഒന്ന് യൂസ് ചെയ്തുകൂടുക എന്ന രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ മിസോറാമിൻ്റെ ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. അന്ന് മിസോറാമും ആസാമും ഒന്നായിരിക്കുന്ന സമയമാണ്. അവിടെ ഈ മിസോ ആളുകൾക്ക് വലിയ പ്രശ്നങ്ങളായിരുന്നു. കാരണം ഈ വരൾച്ച അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ ഒരു മിസോ നാഷണൽ ഫെമിൻ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് അവർ രൂപീകരിക്കുകയാണ്. അതിൻ്റെ നേതാവായിട്ട് ലാൽ ഡെങ്ക എന്ന് പറഞ്ഞ ആൾ അതിൻ്റെ നേതാവാകുന്നു. ഈ ലാൽ ഡെങ്കയ്ക്ക് കീഴിൽ 7 കമാൻഡേഴ്സ് ഉണ്ട്. ഇവരാണ് ഈ പറഞ്ഞ പോലെ മിസോ നാഷണൽ ഫെമിൻ ഫ്രണ്ടിൻ്റെ ഫുൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് അവിടുത്തെ ആളുകളെ ഒരു കലാപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ ബേസിക്കലി. അപ്പോൾ അവർക്ക് വേറെ ഒരു രാജ്യം തന്നെ ഉണ്ടാക്കണം എന്ന രീതിയിലായിരുന്നു അവർ. അങ്ങനെ നിൽക്കുമ്പം ഈ ഒരു പ്രശ്നം അടിച്ചമർത്താൻ വേണ്ടിയിട്ട്, ഈ ഒരു പ്രശ്നം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധി ഈ പറഞ്ഞ പോലെ ഒരു മീറ്റിംഗ് വിളിക്കുന്നു. അതിൽ സജസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു പേരാണ് അജിത് ദോവൽ വീണ്ടും. അങ്ങനെ ഇവർ മിസോറാമിനെ ഇന്ത്യയിൽ നിന്ന് മാറ്റാനുള്ള ഒരു പ്ലാനിങ്ങിൽ അവിടെ ഭയങ്കര സ്ട്രോങ് ആയി നടക്കുന്ന സമയത്താണ് അജിത് ദോവൽ അവിടെ എത്തുന്നത്. ഈ പറഞ്ഞ പോലെ ലാൽ ഡെങ്കയുടെ 7 കമാൻഡേഴ്സുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്നു. പെട്ടെന്ന് പുള്ളി ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ലോക്കൽ ആളുകളൊക്കെ ആയിട്ട് പെട്ടെന്ന് ഇൻ്റഗ്രേറ്റ് ആവും. ഈ ലോക്കൽ ലെവലിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരുടെ ഒരു ഭാഗമായി മാറാൻ പെട്ടെന്ന് സാധിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഈ 7 കമാൻഡേഴ്സിനെ നല്ല രീതിയിൽ അവർക്ക് എന്താ ഡ്രിങ്കിങ് പാർട്ട്നേഴ്സായി മാറി. എന്താ പറയുക, ഈ വെള്ളടി പാർട്ട്നേഴ്സ് ഒക്കെ പറഞ്ഞ പോലെ അത്ര നല്ല സൗഹൃദമായി ഇവർക്കിടയിൽ. അങ്ങനെ ഗ്രാജുവലി ഇവരെ പിന്തിരിപ്പിക്കാൻ തുടങ്ങി. അതായത് ഈ പറഞ്ഞ പോലെ ഈ ലാൽ ഡെങ്കയുടെ കൂടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, നേരെ മറിച്ച് നിങ്ങൾ ഇന്ത്യക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഗുണങ്ങളുണ്ടാവും, നിങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടങ്ങളുണ്ടാവും എന്ന രീതിയിൽ അവരെ ഭയങ്കരമായിട്ട് കൺവിൻസ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഗ്രാജുവലി ലാൽ ഡെങ്കയ്ക്ക് ഈ പറഞ്ഞ പോലുള്ള ഇവരുടെ സപ്പോർട്ട് കുറയാൻ തുടങ്ങി. അതിലൊരു കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോലും കൊണ്ടുവന്നിട്ട് ഇവർക്ക് ട്രീറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഭാര്യ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ മിലിറ്റന്റ് ലീഡേഴ്സിനാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് പോലും അവരറിയാതെയാണ് ഭക്ഷണം ഉണ്ടാക്കിയത്. അപ്പോൾ അത്ര ഡീപ്പായിട്ട് ഇവരുമായി ഇടപഴകി ഇവരെ എല്ലാവരെയും പിന്തിരിപ്പിച്ചു. 6 പേരെ പിന്തിരിപ്പിച്ചു അതിൽ നിന്ന്. അങ്ങനെ ലാൽ ഡെങ്ക പൂർണ്ണമായി ഒറ്റപ്പെട്ടു. അവസാനം ഈ പറഞ്ഞ പോലെ ആ മിഷൻ അവർക്ക് അബോർട്ട് ചെയ്യേണ്ടി വന്നു.
അങ്ങനെ പിന്നീട് ലാൽ ഡേങ്ക, അതായത് പിന്നെ ലാൽ ഡേങ്കയ്ക്ക് ഈ പറഞ്ഞ പോലെ ഇതെല്ലാം വിട്ട് ഇന്ത്യയോട് തന്നെ സഹകരിക്കുക എന്ന രീതിയിലേക്ക് എത്തി. ലാൽ ഡേങ്ക തന്നെ CM ആയി. അങ്ങനെ ലാൽ ഡേങ്ക തന്നെ പറഞ്ഞിട്ടുണ്ട് അജിത് ഡോവലാണ് എന്നെ വീട്ടിലാക്കിയെന്നുള്ളത്. കാരണം ഈ 6 അയാളുടെ മെയിൻ കമാൻഡേഴ്സിന്റെ സപ്പോർട്ട് പോയപ്പോൾ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്ത്യയുമായിട്ട് സഹകരിക്കുക എന്ന രീതിയിലേക്കാണ് പിന്നെ ലാൽ ഡേങ്ക പോയത്. അപ്പം ഈ മിസോറാമിലെ മിഷൻ, പിന്നെ മിസോറാം ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ആക്കി ലാൽ ഡേങ്ക CM ആവുകയും ചെയ്തു. സോ ആ ഒരു ഓപ്പറേഷന് ഇത്ര അധികം എന്താ പറയുക ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് നടത്തിയ ആളാണ് അജിത് ഡോവൽ. അത് അജിത് ഡോവലിന് ചെയ്യാൻ പറ്റൂ എന്ന കാര്യം മനസ്സിലാക്കിയതാണ് അവരുടെ ലീഡർഷിപ്പ്, നമ്മുടെ നാഷണൽ ലീഡർഷിപ്പ് ഒക്കെ തന്നെ. അപ്പം അജിത് ഡോവൽ എന്ന് പറഞ്ഞ ആളുടെ കേപ്പബിലിറ്റീസ് എല്ലാ കാലത്തും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഈ രാജ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മാത്രമല്ല അവിടെ ഒരു ഫുൾ പ്രൂഫ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. എവിടെയെങ്കിലും പിടിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഇന്റലിജൻസ് ലീക്ക് ആവുകയോ അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഇല്ലാത്തൊരു ഓഫീസറാണ്. മീൻസ് ഓഫീസർ ആയിരുന്ന കാലത്ത് അങ്ങനെയാണ്. സോ മറ്റ് പല ഏജൻസിന്റെ കഥകളൊക്കെ നമ്മൾ കേൾക്കുക പലപ്പോഴും ഇവർ പിടിക്കപ്പെട്ട് കഴിയുമ്പോഴാണ്. ഇതായിരിക്കും ഒരു പക്ഷേ നമ്മൾ കേൾക്കുന്ന ആദ്യത്തെ എന്താ പറയുക ആക്റ്റീവായിട്ട് ഡ്യൂട്ടി ചെയ്ത, എന്നാൽ ഇപ്പോഴും മറ്റൊരു രീതിയിൽ ഇന്ത്യക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ. അങ്ങനത്തെ ഒരു ഏജന്റിന്റെ കഥ ഞാൻ വേറെ എവിടെയും അത്ര ആക്റ്റീവായിട്ട് കേട്ടിട്ടില്ല. നമ്മൾ പലപ്പോഴും ഈ സ്പൈ മൂവീസിലൊക്കെ കാണുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്പൈ എന്നൊരു ഇസ്രായേലി ഏജന്റിന്റെ മൂവി ഉണ്ടല്ലോ, അതിലൊക്കെ അയാൾ പിടിക്കപ്പെടുമ്പോഴാണ് പിന്നെ അത് കഥയാവുന്നതും പിന്നെ അത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നതും സിനിമയിലേക്കൊക്കെ മാറുന്നു, വലിയ രീതിയിൽ അതിനെ എന്താ പറയുക കവറേജ് കിട്ടുന്നു. പക്ഷെ അജിത് ഡോവലാണ് ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ഈ ഇന്റലിജൻസിന്റെ ഭാഗമായി നിൽക്കുന്ന സമയത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെ നല്ല ഭംഗിയായി ചെയ്ത് പൂർത്തിയാക്കി ആ ഒരു കരിയർ അവിടെ അവസാനിപ്പിച്ച് പിന്നെ അടുത്ത കരിയറിലേക്ക് മൂവ് ചെയ്ത ഒരു വ്യക്തി. സോ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഓരോ ഘട്ടത്തിലും ഇന്ത്യക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ ഒരാളാണ്. അതുപോലെ തന്നെയാണ് ഈ സിക്കിം രാജാവിന്റെ ഒരു ഹണി ട്രാപ്പ് ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ. അന്ന് സിക്കിം ഇന്ത്യയുടെ ഭാഗമല്ല, ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് ആയി നിൽക്കുന്ന സമയമാണ്. അപ്പം സിക്കിം രാജാവ് CIA ഹണി ട്രാപ്പിൽ വീഴുന്നു. അങ്ങനെ ഒരു CIA ഏജന്റായിട്ട് വിവാഹം നടക്കുന്നു. അങ്ങനെ പിന്നെ CIA കൺട്രോളിലാണ് സിക്കിം എന്ന് പറയുന്ന പ്രിൻസ്ലി സ്റ്റേറ്റ് പൂർണ്ണമായിട്ടും. അപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് ആ ഒരു പ്രശ്നം സെൻസ് ചെയ്തു. അവർ അന്നത്തെ റോന്റെ ഹെഡായിട്ടുള്ള RN റാവുവിനെ വിളിക്കുന്നു. അപ്പോൾ RN റാവു ഈ ഒരു പ്രശ്നം വിലയിരുത്താൻ വേണ്ടിയിട്ട് അവിടെ ഇന്റലിജൻസ് സോഴ്സസ് ഒക്കെ യൂസ് ചെയ്യുന്നു. അങ്ങനെ RN റാവു പോലും സജസ്റ്റ് ചെയ്യുന്ന പേരാണ് അജിത് ഡോവൽ. കൗബോയ്സിലുണ്ടായിരുന്നു അജിത് ഡോവൽ. യെസ്, അവൻ്റെ ഒരു സജഷൻ ആയിരുന്നു ഈ പറഞ്ഞ പോലെ അജിത് ഡോവലിനെ അങ്ങോട്ട് അയക്കണം എന്നുള്ളത്. അങ്ങനെ അജിത് ഡോവൽ അവിടെ ചെന്നിട്ട് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ഈ ചെറിയ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്, രാജാവുമായിട്ട് വലിയ സ്വരച്ചേർച്ചയില്ലാത്ത പാർട്ടി, അവരൊക്കെ തിരഞ്ഞു പിടിച്ച് അവരുടെ നേതാക്കളുമൊക്കെ ആയിട്ട് നല്ല അടുപ്പമുണ്ടാക്കി നല്ല രീതിയിലൊരു ബന്ധം സ്ഥാപിച്ചെടുത്തിട്ട് ഈ രാജാവിന് എതിരെ ഇവരെ തിരിച്ചുവിടുക എന്നുള്ളത്. കാരണം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, കാരണം CIA കൺട്രോളിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ്. അത് ഇന്ത്യക്ക് നാളെ ഒരു ഭീഷണിയായി മാറുകയുള്ളൂ. അങ്ങനെ ഈ പറഞ്ഞ പോലെ അവിടുത്തെ സിക്കിം നാഷണൽ കോൺഗ്രസ് പാർട്ടി ഉണ്ട്. ആ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള കാസി ഡോർജി എന്ന് പറയുന്നത്, കാസി ഡോർജിയെ പോയി കണ്ട് കാസി ഡോർജിക്ക് വേണ്ട സപ്പോർട്ട് എല്ലാം കൊടുത്തു. അവർക്ക് ഈ പാർട്ടി ബിൽഡ് ചെയ്യാനും ജനങ്ങളിലേക്ക് വലിയ രീതിയിൽ ഒരു ഔട്ട്റീച്ച് ഉണ്ടാക്കിയെടുക്കാനൊക്കെ അജിത് ഡോവൽ സഹായിച്ചു. അങ്ങനെ കാസി ഡോർജി എന്താ പറയുക രാജാവിനെതിരെ വലിയ രീതിയിൽ തിരിയുന്നു. അവിടെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നു. ഇലക്ഷനിൽ കാസി ജോർജി വിജയിച്ചിട്ട് സിക്കിമിന്റെ PM ആവുന്നു. അപ്പം അന്ന് സിക്കിം വേറൊരു രാജ്യം പോലെ തന്നെയാണ്, ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് ആണ്. അപ്പോൾ അവിടുത്തെ PM ആവുന്നു. PM ആയതിനു ശേഷം ഇന്ദിരാഗാന്ധിക്ക് പുള്ളി ലെറ്റർ അയക്കുകയാണ്, ഇവിടുത്തെ ഇന്റേണൽ സിറ്റുവേഷൻ വളരെ ഇൻസ്റ്റേബിൾ ആണ്, സഹായിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇന്ദിരാഗാന്ധി സഹായം നൽകുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു 97% ആളുകളുടെ സപ്പോർട്ടോട് കൂടി പിന്നെ മെർജ് ചെയ്യാണ് ഇന്ത്യയുമായിട്ട്. അങ്ങനെ ആ മെർജറിന്റെ ഭാഗമായിട്ട്, അതായത് മെയ് 16, 1975 സിക്കിം നമ്മുടെ ഭാഗമാകുന്നത്. അപ്പം അന്ന് പിന്നെ ഈ പറഞ്ഞ പോലെ കാസി ഡോർജിയെ അവിടുത്തെ CM ആക്കിയിട്ട് പൊസിഷൻ ചെയ്യുന്നു. സോ അജിത് ഡോവലിന്റെ ഇതിലെ ഒരു റോൾ എന്ന് പറയുന്നത് വളരെ വലിയ റോളാണ്. പിന്നീട് ഈ പറഞ്ഞ പോലെ CIA ഏജന്റ് രാജാവിനെ ഡിവോഴ്സ് ചെയ്തിട്ട് പുള്ളിക്കാരി തിരിച്ച് അമേരിക്കയ്ക്ക് തന്നെ പോകും. അപ്പം ഇത്ര സ്ട്രാറ്റജിക് ആയിട്ടുള്ള, ഇത്ര എന്താ പറയുക ഭയങ്കര നമുക്കൊക്കെ സ്വപ്നം കാണാൻ പറ്റുന്ന രീതിയിലുള്ള മിഷൻസ് ആണ് പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ളത്. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ റോൾ യഥാർത്ഥത്തിൽ ചെയ്ത ഒരാളാണ്. സുവർണക്ഷേത്രം, ബ്ലാക്ക് തണ്ടർ. അതിൽ ആക്ച്വലി പാകിസ്ഥാനി ഏജന്റ് ആണെന്ന് അവരെ വിശ്വസിപ്പിക്കുകയായിരുന്നു ബേസിക്കലി, ഈ പറഞ്ഞ പോലെ ഖാലിസ്ഥാനികളെ. അങ്ങനെ അവരെ അത് വിശ്വസിപ്പിച്ച് അവരുടെ മൊത്തം ഇൻഫർമേഷനും വെപ്പൻട്രി എത്ര ഉണ്ട്, അവരുടെ സ്ട്രെങ്ത് എന്താണ്, പൊസിഷനൊക്കെ മനസ്സിലാക്കിയിട്ട്, അതായത് ഒരു വലിയ രീതിയിൽ നമുക്കൊരു നാശനഷ്ടങ്ങൾ ഇല്ലാത്ത രീതിയിൽ അവരെ കൊണ്ട് സറണ്ടർ ചെയ്യിപ്പിച്ച ഒരു ഓപ്പറേഷൻ ആയിരുന്നു. നമ്മുടെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പറേഷനും കൂടിയാണത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പ്രവർത്തിച്ചത് അജിത് ഡോവലാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ടെസ്റ്റ് ചെയ്ത സമയത്ത്
അവിടെ ഈ ഡോക്ടർ അബ്ദുൽ ഖദീർ ഖാൻ്റെ കീഴിലായിരുന്നല്ലോ ആ പ്രോജക്റ്റ് മൊത്തത്തിൽ അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ ന്യൂക്ലിയർ വെപ്പൺസ് പ്രോഗ്രാം തകർക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ഒരു ആവശ്യമായിരുന്നു ബേസിക്കലി. പക്ഷെ അത് അന്നത്തെ നമ്മുടെ ഇന്ത്യൻ ലീഡർഷിപ്പ് അതിന് പറ്റിയൊരു സാമർഥ്യം കാണിച്ചില്ല. ഇസ്രായേലിൻ്റെ സപ്പോർട്ട് ഉണ്ടായിട്ട് പോലും നമ്മളത് വേണ്ട എന്ന് പറഞ്ഞു. വലിയ ഗാന്ധിയൻ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി അന്ന് വേണ്ടെന്ന് വെച്ചതാണ്. നമുക്ക് എന്തുകൊണ്ടും എന്താ പറയുക, ആ പ്രോഗ്രാം ഫെയിൽ ചെയ്യിപ്പിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. അതിൻ്റെ ഇൻ്റലിജൻസ് നമുക്ക് അജിത് ഡോവലിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ സിനിമയിൽ പോലും കാണിക്കുന്നുണ്ട് ഈ ഒരു രംഗം എടുത്തുകൊണ്ട്. അതായത് അവിടെ ആക്ച്വലി ഇന്ത്യൻ എംബസിയുടെ ഭാഗമായിട്ടാണ് അവിടെ ചെല്ലുന്നത്. പിന്നെ 7 വർഷത്തോളം അവിടെ നിന്നിട്ട് ഈ പറഞ്ഞ ഇൻ്റലിജൻസ് ഗ്യാദർ ചെയ്യാണ്. അപ്പോൾ അതിനൊരു പിച്ചക്കാരൻ്റെ വേഷത്തിലൊക്കെയാണ് പോകുന്നത് പലപ്പോഴും. അങ്ങനെ അവിടെ പോയി ഇരിക്കുക, സ്ട്രീറ്റിൽ ഇരിക്കുക. ഇത് നമ്മുടെ ആർമിയിലൊക്കെ തന്നെ പലപ്പോഴും ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു കഥയും കൂടെയാണ് ഈ പിച്ചക്കാരനായിട്ട് പോകുന്ന സംഭവം. നമ്മുടെ മിലിറ്ററി സർക്കിൾസിലൊക്കെ, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽക്ക് നമ്മൾ കേൾക്കാറുണ്ട് ഇങ്ങനത്തെ കഥകൾ. അങ്ങനെ പുള്ളിക്കാരൻ അവിടെ ചെന്ന് ഒരു പിച്ചക്കാരൻ്റെ വേഷത്തിലിരിക്കുന്നു. നമ്മുടെ സിനിമയിൽ കാണിക്കുന്ന പോലെ തന്നെ ഇവർക്ക് ഒരു രീതിയിലും ഉള്ളിൽ എന്താ നടക്കുന്നത് അറിയാൻ പറ്റുന്നത്. അത്രയ്ക്ക് ഹെവിലി ഗാർഡഡ് ആയിട്ടുള്ള പരിപാടിയാണ് അവിടെ നടക്കുന്നത്. എന്താണ് ഉള്ളിൽ നിന്നുള്ളത് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എങ്ങനെയൊക്കെ ആരൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കിയാലും ആ ഒരു ഇൻഫർമേഷൻ മാത്രം കിട്ടില്ല. അപ്പോഴാണ് ഈ അതിനുള്ളിൽ വർക്ക് ചെയ്യുന്ന ഈ ന്യൂക്ലിയർ പ്രോഗ്രാമിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ വന്നിട്ട് പുറത്തൊരു ബാർബർ ഷോപ്പിൽ മുടി വെട്ടാൻ വേണ്ടിയിട്ട് വരുന്നത്. അവിടെ നിന്ന് അവരുടെ ഹെയർ സാമ്പിൾസ് കളക്ട് ചെയ്യണം. ബേസിക്കലി ആ മുടിയുടെ കുറച്ച് പുള്ളിക്കാരനെടുത്ത് കയ്യിൽ വെക്കും ആ ബാർബർ ഷോപ്പിൽ നിന്ന്. അങ്ങനെ അത് ഇവിടേക്ക് അയച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് എന്താ പറയുക, ന്യൂക്ലിയർ റിയാക്റ്റീവ് ആണെന്നുള്ള മീൻസ് ഒരു അതിന് എക്സ്പോസ്ഡ് ആണ് ആ ഹെയർ പാർട്ടിക്കിൾസ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം അവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്തി. പിന്നെയാണ് നമ്മൾ അതിനെ തോൽപ്പിക്കാൻ വേണ്ടി, അല്ലെ അത് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിൽ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് കിട്ടുന്നില്ല. സോ അജിത് ഡോവലിൻ്റെ കരിയർ എടുത്തു നോക്കുകയാണെങ്കിൽ he is one of the most brilliant spies we have had. So yes, അതാണ് അജിത് ഡോവലിൻ്റെ ഒരു ഇതൊന്നും അല്ല ശരിക്കും. ഇത് നമ്മൾ ജസ്റ്റ് അതിലെ ബേസിക് ഹൈലൈറ്റ്സ് മാത്രമാണ് എടുത്തത്. ഇതിൽ കൂടുതലാണ് അജിത് ഡോവൽ. സോ യാ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.